കുന്നംകുളത്ത് പിടിയിലായ ഹോട്ടൽ പീഡന ശ്രമക്കേസിലെ പ്രതി ദേവദാസിനെ മുക്കത്തെത്തിച്ചു. ദേവദാസിന് അറസ്റ്റിലായത് ബസ് യാത്രക്കിടെ പോലീസ് ഒത്തുകളിക്കുന്നതായി കുടുംബത്തിന്റെ ഗുരുതര ആരോപണം. എഫ്ഐആറിൽ യുവതിയുടെ മൊഴി തെറ്റായി രേഖപ്പെടുത്തി. വഴിയരികിൽ വണ്ടി നിർത്തി വിശ്രമിച്ചവർക്ക് നേരെ കയ്യൂക്ക് കാട്ടി പോലീസ്. കാക്കിയിട്ടവരുടെ അതിക്രമം പത്തനംതിട്ടയിൽ. പലർക്കും തലയ്ക്കടക്കം പരുക്കേറ്റു. അതിക്രമത്തിനിരയായത് വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങിയവർ. വല്ലപ്പുഴയിൽ സെവൻസ് ഗാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. പരിധിയിൽ കവിഞ്ഞ എണ്ണം ആളുകളെ പ്രവേശിപ്പിച്ചെന്ന പോലീസ്. പരിക്കേറ്റത് 70ഓളം പേർക്ക്. ഗാലറിയിൽ കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. കൊട്ടാരക്കരയിൽ ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. അപകടം MC റോഡിൽ സദാനന്ദപുരത്ത്. മരിച്ചത് ആംബുലൻസ് യാത്രക്കാരായ അടൂർ ഏഴംകുളം സ്വദേശികൾ. വോട്ടെടുപ്പ് ദിവസവും വിവാദങ്ങളിൽ നിറഞ്ഞ് ഡൽഹി. മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസ് ജീവനക്കാരെ പണവുമായി പിടിച്ചെന്ന് പോലീസ്. യമുന വിഷ പരാമർശത്തിൽ കേജ്രിവാളിനെതിരെ കേസെടുത്ത ഹരിയാന പോലീസ്. വോട്ടെടുപ്പ് തുടരുന്നു. രാഹുൽ ഗാന്ധിയും S ജയശങ്കറും അടക്കമുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വോട്ട് ചെയ്യുന്നു. CSR ഫണ്ടിന് മറവിൽ നടന്നത് 350 കോടിയുടെ തട്ടിപ്പെന്ന് പോലീസ്. പറവൂരിൽ മാത്രം ഇരയായത് 1000-ലധികം പേർ. കായംകുളത്ത് പുതിയ 20 പരാതികൾ. സംസ്ഥാനമെങ്ങും അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്.